ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പാറ്റകളുടെ സമരത്തിന് ദേശദ്രോഹികളുടെ പങ്കാളിത്തവും ഫണ്ടിങ്ങും ഉണ്ടോ? എന്താണ് തോന്നുന്നത്? ദേശദ്രോഹികളുടെ ഫണ്ടിങ്ങേ ഉള്ളൂ, ദേശദ്രോഹികളുടെ ഇൻവോൾവ്മെൻറ്റേ ഉള്ളൂ. ഇതാണ് സത്യത്തിൽ പറയേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ സമരം ചുമ്മാ സംഘടിപ്പിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ദിവസം നടന്ന സമരങ്ങളിൽ അവിടെ പങ്കെടുത്ത ജനക്കൂട്ടം അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കൽ, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കൽ, വെള്ളം കൊടുക്കൽ തുടങ്ങിയതല്ല. നമ്മൾ കണക്ക് കൂട്ടിയാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള സാധനങ്ങളിൽ സാധനം കൊണ്ടുവരുമ്പോൾ തന്നെ അതിന് വില കൂടും. അനേകയിടത്തു നിന്ന് ആൾക്കാർ സ്പോൺസർ അയച്ചെന്ന് പറയണു. കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാൽ 50 കോടിക്ക് 100 കോടിക്ക് ഇടയ്ക്ക് പണം ഇപ്പം തന്നെ ചിലവായിട്ടുണ്ടാവും. ചെറിയ തുകയല്ല. ഇതാര് കൊടുക്കും? ഇവിടെയാണ് നമ്മളൊരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണേണ്ടത്. ഒരു വിദേശ ഡീപ് സ്റ്റേറ്റിൻ്റെ, വിദേശ പണത്തിൻ്റെ വരവ്. അതും മാത്രമല്ല, രാജ്യം മുഴുവൻ ഇതിന് പ്രചരണത്തിന് വേണ്ടി എന്തുമാത്രമുണ്ട്. എത്രയോ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, എത്രയോ ഓൺലൈൻ ചാനലുകൾ. ഇത് കൂടാതെ അല്ലാതുള്ള മാധ്യമങ്ങൾക്ക് ഉമ്മാർ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അനേകം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. മൊത്തം നോക്കിയാൽ 50 കോടിക്ക് 100 കോടിക്ക് ഇടയ്ക്ക് ഇപ്പോൾ തന്നെ ചിലവായിട്ടുണ്ടാവും. രാജ്യവ്യാപക പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. കോർഡിനേറ്റഡ് ആക്ടിവിറ്റിയാണ്. മാത്രമല്ല, ഇതിനകത്ത് വിദ്യാർത്ഥികളുടെ നീറ്റാണ് പ്രശ്നമെങ്കിൽ വിദ്യാർത്ഥികളാണ് സമരത്തിനിറങ്ങേണ്ടത്. ഒരു വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവൾ സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ആളൊന്നൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥി വരാണെങ്കിൽ 5 പേര് വെച്ച് ഗുണ്ടകളാണ് ചുറ്റുമുള്ളതെന്നാണ്. ആ ചുറ്റുമുള്ളതെന്ന് വെച്ചാൽ അവളെ കവർ ചെയ്ത് നിൽക്കുന്നതല്ല. 5-1 മാത്രമേ വിദ്യാർത്ഥികളുള്ളൂ. 5-ൽ 4 ഭാഗവും ഗുണ്ടകളാണ്. ആരാണ് ഈ ഗുണ്ടകൾ? വാടക ഗുണ്ടകൾ. അവരെ ഇറക്കിയിരിക്കുക. എന്തിനാ ഗുണ്ടകൾ വരുന്നത്? നമുക്കതൊരു ചോദ്യം മുന്നിലില്ലേ? കലാപം ഉണ്ടാക്കാനാണ് ഗുണ്ടകൾ. അതായത് ഇവർ സമരം ഉണ്ടാക്കുന്നു. സമരം ഉണ്ടാക്കിയിട്ട് പോലീസിനെ ആക്രമിച്ചു. ഈ പോലീസിനെ ആക്രമിക്കുമ്പോൾ നമ്മൾ വീഡിയോയിലൊരു കാര്യം ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടക്കിൽ ഒരു സമരം നടന്നാൽ പോലീസ് ഏത് രീതിയിലാണ് തയ്യാറെടുത്തിരിക്കുന്നത്? ഡൽഹിയിലെ പോലീസിൻ്റെ വേഷം എന്തായിരുന്നു? കേരളത്തിൽ ഈ സമരം നടക്കുമ്പോൾ ഏത് വിദ്യാർത്ഥി സമരം, ചെറിയ സമരം നടന്നാലും സെക്രട്ടേറിയറ്റിന് പോലീസ് നിൽക്കുന്നത് എങ്ങനെയാണ്? പടച്ചട്ട പോലത്തെ യൂണിഫോം, അതായത് കല്ലേറ് വന്നാലും തിളക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. പിന്നെ അതുകൂടാതെ ചൂരലിൻ്റെ പരിചയമുണ്ട്, കയ്യിൽ ലാത്തി ഉണ്ടാവും, തലയിൽ ഹെൽമെറ്റ് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട്, അതായത് എപ്പോൾ എന്ത് കല്ലേറ് വന്നാലും എന്ത് അക്രമം വന്നാലും അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുള്ള സംവിധാനമായിട്ടാണ് പോലീസ് നിൽക്കുന്നത്. ഇത് കൂടാണ്ട് ടിയർ ഗ്യാസ് ഷെല്ലുണ്ടാവും, മറ്റു പലതെല്ലാം ഉണ്ടാവും. പക്ഷേ ഡൽഹിയിൽ ലാത്തി ചാർജ് ചെയ്യുന്ന പോലീസിൻ്റെ വേഷം എന്താ? സിമ്പിൾ യൂണിഫോമും തലയിൽ ഹെൽമെറ്റ് ഇല്ല, വെറും ഒരു ലാത്തി. ഇങ്ങനെയാണ് പോലീസ്. പലരുടെയും തലയിൽ തൊപ്പി പോലുമില്ല. അവരവിടെ കാഷ്വലായിട്ട് നിൽക്കുമായിരുന്നു. യാതൊരു അക്രമവും പ്രതീക്ഷിക്കാതെയാണ് പോലീസ് അവിടെ നിന്നത്. ഒരക്രമവും പ്രതീക്ഷിക്കാതെ. അക്രമം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അവരനുസരിച്ചുള്ള തയ്യാറെടുപ്പ് തന്നേനെ. അതിന് പാകത്തിലുള്ള ആയുധങ്ങളോ ഒക്കെ കയ്യിലുണ്ടായേനെ. ധാരാളം ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഉണ്ടായേനെ. ഇവർക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ പരിച പോലുള്ള സാധനങ്ങൾ ഉണ്ടായേനെ. എല്ലാം ഉണ്ടായേനെ. ഇതൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ക്ലിയറാണ്. യാതൊരു അക്രമവും ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് പോലീസ് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അക്രമം ഉണ്ടായി. പോലീസുകാരെ ആക്രമിച്ചു. 150ഓളം പോലീസുകാരെ ആക്രമിക്കപ്പെട്ടു. 100-നടുത്ത് പോലീസുകാർ ആശുപത്രിയിലായി. പോലീസുകാർക്കാരെ പെപ്പർ സ്പ്രേ അടിച്ചു. പെപ്പർ സ്പ്രേ എന്തിനാ അടിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത് രാസായുധാക്രമണമാണ് പെപ്പർ സ്പ്രേ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി അവളുടെ നേരെ അക്രമം കാണിക്കുന്ന പുരുഷന് നേരെ അത് അടിച്ചാൽ നമുക്ക് മനസ്സിലാകാം. അതിൽ മാത്രമേ എന്തെങ്കിലും ന്യായീകരണമുള്ളൂ. ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ നേരെ പെപ്പർ സ്പ്രേ അടിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാണ്. വളരെ ദോഷമുള്ളൊരു കാര്യമാണ്. അത് തെറ്റായൊരു കാര്യം തന്നെയാണ്. അത് കണ്ണിലേക്കൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ മാരകമാണ്. ആ ആളിന് അനേക സമയത്തേക്ക് കുറേ നേരം മിണ്ടാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. കണ്ണിൽ മുഴുവൻ വെള്ളമായിരിക്കും. അയാൾ പോയി ആക്സിഡൻറ്റ് വരെ പെടാം. ഇതുപോലെ പറ്റുന്ന ഒന്ന് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അത് ആലോചിച്ച് നോക്കണം. അപ്പോൾ പെൺകുട്ടികളൊന്നുമല്ല പെപ്പർ സ്പ്രേ അടിച്ചേക്കുന്നത്, ആണുങ്ങൾ തന്നെ അടിച്ചേക്കണേ. അവർ വിദ്യാർത്ഥിയാണോ ഗുണ്ടയാണോ നമുക്കറിയാൻ പറ്റില്ല. ഇങ്ങനെ തരത്തിലുള്ള മാരകമായ സാധനങ്ങളുമായിട്ട് കുറേ പേര് ഇറങ്ങിയിരിക്കുന്നു. വിദ്യാർത്ഥികളാണെന്ന് പറയുന്നെങ്കിലും ധാരാളം ഗുണ്ടകൾ ഇറങ്ങിയിരിക്കുന്നു. ഇത്രയും ഗുണ്ടകൾ വെറുതെ വരുമോ? പണം മുടക്കില്ലേ? ഒരു ഗുണ്ടയും സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ഇന്ന് സമരത്തിൽ പങ്കെടുത്ത് നാടിനെ സേവിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് വരില്ല. അവർ കൃത്യമായിട്ട് പണം മേടിച്ച് മാത്രമേ വരുള്ളൂ. ഇത്രയും ഗുണ്ടകൾ ഇറക്കണ പണം വേണ്ടേ? അവനെ അവിടെ നിർത്തണമെങ്കിൽ അതിന് പണം വേണ്ടേ? അവനെ തീറ്റിപ്പോറ്റാൻ പണം വേണ്ടേ? എല്ലാത്തിനും പണം ഇറങ്ങിയിട്ടുണ്ട്. ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നു? ഈ പണമെല്ലാം ഡീപ് സ്റ്റേറ്റ് ഫണ്ടിങ്ങിൽ നിന്നാണ് വരുന്നത്. ഇവിടെ NIA കേസെടുത്ത് അന്വേഷിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ് എന്താണ് ഇതിൻ്റെ ഫണ്ടിങ് സോഴ്സ് എന്നുള്ളത്. ഇതുകൂടാതെ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് NIA ഇടപെടണം? അത് പറയാൻ കാരണം നമ്മൾ വീഡിയോ നോക്കിയാൽ കാണുമ്പോൾ മനസ്സിലാവുന്ന മറ്റു ചില കാര്യങ്ങൾ. ഖലിസ്ഥാൻ ഭീകരവാദികളെ പോലുള്ള അപ്പിയറൻസുള്ള കുറേ പേര് അവിടെ ഇറങ്ങിയിരിക്കുന്നു. അത് ഖലിസ്ഥാൻ വാദത്തിന് പിന്തുണ അവിടെ കൊടുക്കുന്നുണ്ട്. അത് മതപരമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, ആയുധം ധരിച്ചുകൊണ്ടൊക്കെ ആൾക്കാരവിടെ വരുന്നു. വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അവിടെ ഖലിസ്ഥാൻ വാദികളായിട്ടുള്ള ആൾക്കാരവിടെയുണ്ട്. ഇതുകൂടാതെ കാശ്മീർ ഭീകരവാദികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള ആവശ്യങ്ങളോട് ഉയരുന്നു. 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം വരുന്നു.
കൃത്യമായിട്ട് മനസ്സിലാകും കാശ്മീർ ഭീകരവാദത്തെ അനുകൂലിക്കുന്നവർ അവിടെയുണ്ട്, അല്ലെങ്കിൽ ഭീകരവാദികൾ ഇത് പങ്കെടുക്കുന്നുണ്ട്. അപ്പം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭീകരവാദികൾ വന്ന് സമരത്തിൽ പങ്കെടുക്കുന്നു, ഗുണ്ടകൾ വന്ന് പങ്കെടുക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തകരാണെന്നുള്ള വ്യാജേന കുറേ പേര് വരുന്നു, രാഷ്ട്രീയ പ്രവർത്തകരും വരുന്നു. ഇതിനെല്ലാം ഇടയ്ക്ക് നോക്കുകുത്തികളായിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ, അരാജകവാദികളും ധാരാളം പേരുണ്ട്. യഥാർത്ഥ വിദ്യാർത്ഥിയുടെ പ്രശ്നമല്ല അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. കൃത്യമായിട്ട് ഈ നാട്ടിൽ ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് കണ്ടെത്തിയത് അവിടെ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി എന്നുള്ളത്. എന്നിട്ട് അതിന് കേസെടുത്ത് NIA അവർ ആൾക്കാരെ ഇത് കൃത്യമായിട്ട് എവിടുന്ന് ചോർന്നു എന്നുള്ള ആ അന്വേഷണം നടന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. വളരെ കൃത്യമായിട്ട് അന്വേഷണം നടക്കുമ്പോൾ, യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഇതിനു ശേഷം യാതൊരു തെറ്റും കൂടാതെ വീണ്ടും നീറ്റ് പരീക്ഷ നടത്തി വിജയകരമായിട്ട് നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റും വെളിയിൽ വന്ന് കുട്ടികൾ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നേരത്തെ ഉണ്ടായ ഈ ചോർച്ച. അതിൻ്റെ കാര്യം പറഞ്ഞ് ഗവൺമെൻറ്റിനെതിരെ കലാപം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ആവശ്യമുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ അന്നുണ്ടായ പ്രശ്നം പരിഹരിച്ചു, ഇനി കുറ്റവാളികളെ പിടിച്ച് അകത്തിടുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. വളരെ നല്ല രീതിയിൽ ഒരു പിഴവുണ്ടായെങ്കിലും ആ പിഴവ് പിന്നെ ഉണ്ടാവാണ്ട് ആ ഒരു മന്ത്രാലയവും മന്ത്രിയും കൃത്യമായിട്ട് അവരുടെ കൃത്യം അനുഷ്ഠിച്ചത് കൊണ്ട് തന്നെയാണ് രണ്ടാമത് ഒരു തെറ്റും കൊണ്ട് പരീക്ഷ നടന്നത്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. ആ സമരം നടത്തുന്നതിൻ്റെ പുറകിൽ അജണ്ടകളുണ്ട്. അത് വിദേശ അജണ്ടയാണ്. അത് FCRA ലോബി അവിടെയുണ്ട്. FCRA ബിൽ അമെൻഡ് ചെയ്യുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ലോബി അവിടെയുണ്ട്. അവരുടെ സാന്നിധ്യം സമരത്തിലുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനുണ്ട്. അവരുടെ സാന്നിധ്യം സമരത്തിലുണ്ട്. ഇതേ സമയത്ത് ഈ സമരം നടക്കുന്ന ഇത് മുന്നോട്ട് വരുമ്പോഴാണ് അമേരിക്കയിൽ നിന്ന് നമുക്കെതിരെ 100% താരിഫ് അടിക്കും എന്നുള്ള ഭീഷണി വരുന്നത്. 10% താരിഫ് ഉയർത്താൻ തീരുമാനമായി എന്ന് മനസ്സിലാകുന്നു. എന്തുകൊണ്ടാണ് ഈ സമയത്ത് അത് വരുന്നത്? അത് ഈ സമരത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ഇല്ല അമേരിക്ക, അവിടെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇന്ത്യക്കെതിരെയുള്ള ഇതിന് പാസ്സാക്കിയത്. ശിക്ഷാ നടപടി എന്നുള്ളതിലേക്ക് നമുക്കെതിരെ താരിഫ് ചുമത്താൻ വേണ്ടിയുള്ള നിയമം പാസ്സാക്കിയത്. ആ ബില്ല് പാസ്സാക്കുമ്പോൾ അതിൻ്റെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവണം. FCRA വിരുദ്ധ ലോബിയാണ് അതിൻ്റെ പുറകിൽ. FCRA അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ പണം കൊണ്ടുവന്ന് മനുഷ്യനെ മതം മാറ്റാനും അതുപോലെ തന്നെ മാവോവാദി ഭീകരവാദികൾക്ക് പണം കൊടുക്കാനും ഒക്കെ ആര് പ്രവർത്തിക്കുന്നോ ആ ലോബി തന്നെയാണ് നമുക്കെതിരെ താരിഫ് ചുമത്താനുള്ള ആ ബില്ലിൻ്റെ പുറകിൽ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരുമിച്ച് നിൽക്കുന്നത്. കാരണം അവർ പിന്തുണയ്ക്കുന്നത് ആ ലോബിയാണ്. അത് നമുക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ FCRA നിയമം മാറ്റുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ലോബി, ഖലിസ്ഥാൻ ഭീകരവാദികൾ, കാശ്മീർ ഭീകരവാദികൾ, മാവോവാദികൾ, അരാജകവാദികൾ, ഇവരെയൊക്കെ പിന്തുണയ്ക്കാൻ നിൽക്കുന്ന കുറച്ച് രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കലാപമാണ്. എന്തായാലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് സമരത്തിൽ നിന്ന് പല പല രാഷ്ട്രീയ പാർട്ടികൾ പിൻവാങ്ങാൻ തുടങ്ങി. കാരണം ഈ സമരം കൈവിട്ടു പോയാൽ, കലാപം ഉണ്ടായാൽ ഇവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലയിലോട്ട് ഉത്തരവാദിത്തം ഇട്ട് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഒന്നാം ഘട്ടത്തിൽ പിൻവാങ്ങാൻ തുടങ്ങി. പിന്നെ അവിടെ ആരാ ബാക്കിയുള്ളത്? കുറച്ച് പാവം വിദ്യാർത്ഥികൾ. അതായത് ആത്മാർത്ഥതയോടെ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ, അവരുടെ ഒപ്പം നിൽക്കുന്ന കുറേ അരാജകവാദികൾ, അവരുടെ ഒപ്പം നിൽക്കുന്ന കുറേ മാവോവാദികൾ, പിന്നെ ഇതിനിടയ്ക്ക് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഖലിസ്ഥാൻവാദികളും കാശ്മീർ ഭീകരവാദികളും, ഇവരെല്ലാം കൂടി യഥാർത്ഥത്തിൽ FCRA നിയമം അമെൻഡ് ചെയ്യുന്നതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ലോബിയുടെ പിന്തുണയിലും പ്രേരണയിലും ധനസഹായത്തിലും വന്ന് നിൽക്കുന്നവരാണ്. ഇവരെ അറസ്റ്റ് ചെയ്തേ മതിയാവും. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ ഫലം എന്തു ആയിക്കൊള്ളട്ടെ, നിയമ നടപടി ഇത്തരം ആൾക്കാർക്കെതിരെ ഉണ്ടായേ പറ്റൂ.